ചെണ്ടക്കോൽ ചെണ്ടയിലമരുന്ന താളത്തിൽ കടുവ അലറിത്തുള്ളി വരുന്നു. പിന്നാലെ തോക്കുമായി വേട്ടക്കാരനും. മേളം മുറുകുന്നതോടെ കളിയുടെ യഥാർത്ഥ രസം തുടങ്ങും. ഇടയ്ക്ക് കടുവ തിരിഞ്ഞു നിന്നലറുമ്പോൾ വേട്ടക്കാരൻ പേടിച്ചോടുന്നതും ഒടുവിൽ തോക്കു ചൂണ്ടി കടുവയെ കീഴടക്കുന്നതുമായ നാടകീയ രംഗങ്ങൾ ആകാംക്ഷയോടെ ആളുകൾ നോക്കി നിൽക്കും. ഓരോ വീട്ടുമുറ്റത്തും കുട്ടിപ്പട മേളവും തുള്ളലുമായി ആവേശത്തോടെ എത്തും. വീട്ടുകാർ നൽകുന്ന ചെറിയ പ്രതിഫലമാണ് ഇവരുടെ ലാഭം. വലിയ സാങ്കേതിക വിദ്യകളോ കാശുമുടക്കോ ഇല്ലാതെ ഒരൽപ്പം സർഗാത്മകതയും ഒത്തൊരുമയും കൊണ്ട് കുട്ടികൾ തീർക്കുന്ന ഈ ഓണക്കളിയുടെ സന്തോഷത്തിൽ പഴയ തലമുറ അക്കാലത്തിലേക്ക് മനസ്സ് വായിക്കും. നമ്മൾ ഇപ്പോൾ കുറേ പേര് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റും. നമുക്കിങ്ങനെ പുലികളിലേക്ക് പോകും. അതായത് നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയ അല്ലാത്ത കുറേ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ച് കായിക ആയ ഒരു ഇത് വേണ്ടിയാണ് നമ്മൾ പുലികളി. ഇപ്പം എൻ്റെയൊക്കെ കൊച്ചിലെന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ പുലികളി ഒക്കെ ഞാൻ കടുവകളി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പല വീട്ടിലും ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയയിൽ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ. അപ്പോൾ കുട്ടികളെല്ലാം അതിശയത്തോടെ ഞങ്ങളെ നോക്കുന്നൊക്കെ കാണുന്നതായിട്ട് ഞങ്ങൾ കാണാറുണ്ട്. പറമ്പിലിറങ്ങി ഉണങ്ങിയ വാഴക്കച്ചി ശേഖരിക്കലാണ് കുട്ടിക്കൂട്ടത്തിൻ്റെ ആദ്യപടി. വാഴക്കച്ചി ശേഖരിക്കുന്ന കുട്ടികൾ ചരടുകൾ ഉപയോഗിച്ച് അത് കടുവയായി വേഷം ധരിക്കുന്ന കുട്ടിയുടെ ദേഹത്ത് വെച്ച് കെട്ടും. പിന്നീട് കരിയും കളിത്തോക്കുകളുമായി വേട്ടക്കാരനെയും ഒരുക്കും. പിന്നെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ഓരോ വീട്ടിലും സന്ദർശനം നടത്തുകയായി. കാലം മാറി. വാഴക്കച്ചിയും കരിയുമൊക്കെ മാഞ്ഞു. ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണും കളിപ്പാട്ടങ്ങളുമൊക്കെയാണ്. എന്നാലും ഇത്തരത്തിൽ പഴമയെ ഇഷ്ടപ്പെടുന്നവർക്കായി കടുവയും വേട്ടക്കാരനുമൊക്കെ ഇറങ്ങാറുണ്ട്. ക്യാമറമാൻ രതീഷ് മൺവേശ്വലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.